നമുക്ക് നോക്കാം. വനിതാ സംവരണം നടപ്പാക്കാനുള്ള ഭരണഘടനാ ഭേദഗതി ബില്ല് ലോക്സഭയിൽ പരാജയപ്പെട്ടു. 3-2 ഭൂരിപക്ഷം ലഭിക്കാതെ വന്നതോടെ ആണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം പരാജയപ്പെടുന്നത്. വനിതാ സംവരണത്തിന്റെ മറവിൽ മണ്ഡല പുനർനിർണയം നീക്കം നടത്താനാണ് കേന്ദ്ര സർക്കാർ ശ്രമിച്ചതെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. എന്നാൽ വനിതാ സംവരണത്തെ എതിർത്ത പ്രതിപക്ഷം ജനങ്ങൾക്ക് മുൻപിൽ മറുപടി പറയേണ്ടി വരുമെന്ന് അമിത്ഷാ തിരിച്ചടിച്ചു. ഭരണഘടനാ ഭേദഗതി ബിൽ പാസാക്കാൻ 3-2 ഭൂരിപക്ഷമായിരുന്നു ആവശ്യമായുണ്ടായിരുന്നത്. അതായത് 362 വോട്ടിന്റെ ഭൂരിപക്ഷം. എന്നാൽ അത് ഉണ്ടാക്കാൻ ഭരണകക്ഷിക്ക് സാധിച്ചില്ല. 298 വോട്ടുകൾ ഭരണപക്ഷം നേടിയപ്പോൾ 230 വോട്ടുകൾ നേടി പ്രതിപക്ഷം കരുത്തുകാട്ടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ടാണ് പാർലമെന്റിൽ ഇന്ന് രാഹുൽ ഗാന്ധി ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചത്. A partnership between our friend the magician and the businessman. ये तो तरीका ठीक नहीं है. I've said magician. No. Sir, I've said magician. आपको संसद की गरिमा से बोलने देने का अधिकार है, लेकिन संसद की गरिमा बनाए रखना भी मेरी जिम्मेदारी है. കോൺഗ്രസിന്റെ മുൻകാല സർക്കാരുകളുടെ കാലത്ത് വനിതാ ഭേദഗതി ബില്ലുകൾ പരാജയപ്പെട്ടതിന്റെ കണക്കുകൾ എണ്ണിപ്പറഞ്ഞായിരുന്നു അമിത്ഷായുടെ മറുപടി പ്രസംഗം. ഭരണപക്ഷം കൊണ്ടുവരുന്ന എല്ലാ പദ്ധതികളെയും എതിർക്കുന്ന പ്രതിപക്ഷം വനിതാ ബില്ലിനെതിരായി പ്രവർത്തിച്ചു എന്ന് അമിത്ഷാ ആരോപിച്ചു. ഇതിന് വോട്ട് തേടി ജനങ്ങൾക്ക് മുൻപിലെത്തുമ്പോൾ മറുപടി പറയേണ്ടി വരുമെന്നും അമിത്ഷാ ഓർമ്മപ്പെടുത്തി. स्पष्ट रूप से महिला आरक्षण का विरोध किया है कि ये जो विरोध है वो इम्प्लीमेंटेशन का नहीं है. ये विरोध केवल और केवल महिला आरक्षण का ही विरोध किया. ബില്ല് പരാജയപ്പെട്ടതോടെ വനിതാ സംവരണത്തിന്റെ മറവിൽ ഡീലിമിറ്റേഷൻ ഒളിച്ചു കടത്താനുള്ള കേന്ദ്ര സർക്കാരിന്റെ ശ്രമം പരാജയപ്പെട്ടതായി എംപിമാരും പ്രതികരിച്ചു. ഡീലിമിറ്റേഷൻ എന്ന് പറയുന്നത് BJPക്ക് തോന്നുന്ന രീതിയിൽ ചെയ്യാമെന്നുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിരുന്നു ഈ ബില്ലിലൂടെ നടത്തിയത്. വനിതാ സംവരണത്തിന്റെ മറവിൽ നിലവിലുള്ള 543 അംഗ ലോക്സഭ 850 വർദ്ധിപ്പിക്കുകയും ആ 850 സീറ്റായി വർദ്ധിപ്പിച്ചുകൊണ്ട് മണ്ഡലം പുനർനിർണയം നടത്തി പൂർണ്ണമായും അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡീലിമിറ്റേഷൻ നിയമമായിരുന്നു വനിതാ സംവരണത്തിന്റെ മറവിൽ ബോധപൂർവമായി BJP ഗവൺമെന്റ് കൊണ്ടുവന്നത്. ഭരണഘടനാ ഭേദഗതി ബില്ലുകൾ പരാജയപ്പെട്ടതോടെ മറ്റ് 2 ബില്ലുകളും കേന്ദ്ര സർക്കാർ പിൻവലിച്ചു. തുടർന്ന് NDA എംപിമാർ പാർലമെന്റിലെ മകര കവാടത്തിനു മുൻപിൽ പ്രതിഷേധിച്ചു. കോൺഗ്രസ് വനിതാ വിരുദ്ധമായി തന്നെ പ്രവർത്തിച്ചു എന്നായിരുന്നു അവരുടെ ആരോപണം. ഡീലിമിറ്റേഷൻ ബില്ലുമായി കൂട്ടിക്കെട്ടാതെ വനിതാ സംവരണം കൊണ്ടുവന്നാൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള എല്ലാ പാർട്ടികളും പിന്തുണയ്ക്കുമെന്ന് പ്രിയങ്ക ഗാന്ധിയും തിരിച്ചടിച്ചു. हमारे देश की लोकतंत्र के लिए, हमारे देश की अखंडता के लिए ये एक बहुत बड़ी जीत है. നാളെ വീണ്ടും പാർലമെന്റ് സമ്മേളനം പുനരാരംഭിച്ചാൽ സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയും. വിഷ്ണു പ്രസാദ്, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.